ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. അപ്പോൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, ചപ്പും പുതിന, ക്യാരറ്റ്. അപ്പോൾ ആദ്യം തന്നെ ചെറുതാക്കി ഉള്ളി അരിയുക, പിന്നെ തക്കാളി ചെറുതാക്കി അരിയുക, പിന്നെ പച്ചമുളക് അരിയുക, ചപ്പും പുതിന അരിയുക, ക്യാരറ്റ് അരിയുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ബിരിയാണിക്ക് ആവശ്യത്തിന് എളുപ്പത്തിന് നമ്മൾ ബീഫ് മുറിച്ചെടുക്കുക. അപ്പോൾ ബീഫ് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി, തക്കാളി, പച്ചമുളക്, ചപ്പും പുതിന ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ വേവിച്ചതിന് ശേഷം അതൊരു ചെമ്പട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ചപ്പും പുതിന ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുക്കുക, ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ ചോറ്റിനുള്ള വെള്ളം വെച്ച് അത് തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഏലക്കായും പട്ടയും പൂവിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. ചോറ് വെന്തതിന് ശേഷം അതൊന്ന് ഊറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ചപ്പും പുതിന, ഗരം മസാലപ്പൊടി ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ദമ്മിടുക. അപ്പോൾ സിമ്പിൾ ക്രിസ്പി ബീഫ് ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.